ഹലോ ടീച്ചേഴ്സ്, വെൽക്കം ടു ഐസൂബി. ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേട്ടിട്ട് LP, UP, HSA, HSST പോലുള്ള ടീച്ചിങ് റിലേറ്റഡ് എക്സാംസിന് ഈ ടോപ്പിക്കിൽ നിന്നും മിനിമം ഒരു ചോദ്യമെങ്കിലും ഇല്ലാത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ആ ടോപ്പിക്കാണ് ICT ആൻഡ് സ്കൂൾ സോഫ്റ്റ്വെയർസ്. ഇത് ഇൻ്റർനെറ്റ് യുഗമാണല്ലേ. ഇന്നത്തെ ടീച്ചേഴ്സിന് പഠിപ്പിക്കാൻ മാത്രം അറിഞ്ഞാൽ പോരാ, എങ്ങനെയാണ് ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിക്കേണ്ടത്, ICT ക്ലാസ് റൂമിൽ എങ്ങനെ പ്രായോഗികമാക്കണം, സ്മാർട്ട് ക്ലാസ് റൂമിൽ എങ്ങനെ പഠിപ്പിക്കാം, പ്രൊജക്ടർ എങ്ങനെ യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള നല്ലൊരു ധാരണ വേണം. അതുകൊണ്ട് തന്നെ PSCയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് കൂടിയാണിത്. അപ്പോൾ ക്ലാസ്സിലേക്ക് വരാം. വിവരവിനിമയ സാങ്കേതിക വിദ്യാ സാധ്യതകൾ. വിദ്യാഭ്യാസത്തിൻ്റെ സമഗ്ര ദർശനം രൂപപ്പെടുന്നത് മുതൽ ക്ലാസ് തലത്തിലുള്ള പാഠാസൂത്രണവും വിഭവ നിർമ്മാണവും ക്ലാസ് വിനിമയവും മൂല്യനിർണ്ണയവും തുടർ പ്രവർത്തനവും വരെയുള്ള എല്ലാ രംഗങ്ങളിലും വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ പ്രയോഗം സാധ്യമായി കഴിഞ്ഞിട്ടുണ്ട്. ശരിയാണല്ലേ? വിവരവിനിമയ സാങ്കേതിക വിദ്യാ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ICTയുടെ സാധ്യതകൾ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇൻ്റർനെറ്റ് വഴിയാണ് നടക്കുന്നത്. അതിനായിട്ട് ഒരുപാട് സോഫ്റ്റ്വെയറുകളും രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണല്ലോ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ICTക്ക് ഇത്ര പ്രാധാന്യം നമ്മൾ നൽകുന്നത്? നോക്കൂ, പ്രായോഗികമായി നേരിട്ട് കാണാനാകാത്ത അമൂർത്തമായ ആശയങ്ങൾ, നമുക്ക് നേരിട്ട് പറഞ്ഞാലും മനസ്സിലാവാത്ത, കാണാനാവാത്ത ചില കാര്യങ്ങളൊക്കെ ഗ്രാഫിക്സ് വഴി നമുക്ക് കാണാൻ പറ്റും അല്ലേ? സൂക്ഷ്മജീവികളുടെ ചലനങ്ങൾ, മൈക്രോസ്കോപ്പിലൂടെ ശാസ്ത്രജ്ഞർ മാത്രം കണ്ട കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് കുട്ടികൾക്ക് സ്ക്രീനിൽ കാണിച്ചു കൊടുക്കാം. ഒരു കോശം, സെൽ എങ്ങനെയാണ്, അതിൻ്റെ ഉള്ളിലുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലേ? സൂക്ഷ്മജീവികളുടെ ചലനങ്ങൾ, സങ്കീർണമായ ജീവൽ പ്രശ്നങ്ങൾ, അപകടകരമായ ശാസ്ത്രീയ പരീക്ഷണങ്ങളുടെ സിമുലേഷൻ തുടങ്ങിയവ ക്ലാസ് മുറിയിൽ അവതരിപ്പിക്കാൻ വിവരവിനിമയ സാങ്കേതിക വിദ്യ ICT പ്രയോജനപ്പെടുത്താം. ICTയുടെ പ്രാധാന്യം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഒരു ടീച്ചർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാനും കേൾപ്പിച്ചു കൊടുക്കാനും, പ്രത്യേകിച്ച് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ക്ലാസ്സിലുണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഈ ICT ഉപയോഗിച്ച് പറ്റും. ഇനി വിവിധ തരം സ്കൂൾ സോഫ്റ്റ്വെയറുകളും ICT ഒക്കെ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സ്കൂൾ വിക്കി. ഏതാണ്? സ്കൂൾ വിക്കി. വിക്കിപീഡിയയുടെ മാതൃകയിൽ സംസ്ഥാനത്തെ 1 മുതൽ 12 വരെയുള്ള 15,000-ഓളം സ്കൂളുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള പോർട്ടലാണ് സ്കൂൾ വിക്കി. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. സ്കൂൾ വിക്കിയിൽ ഉൾപ്പെടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോ വിദ്യാലയത്തെയും സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങൾ, പ്രമുഖരായ പൂർവ്വ വിദ്യാർത്ഥികൾ, സ്കൂൾ ഭൂപടം, സ്കൂൾ വെബ്സൈറ്റ്, വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തനം, കുട്ടികളുടെയും അധ്യാപകരുടെയും ഒക്കെ രചനകൾ തുടങ്ങിയവയൊക്കെയാണ് സ്കൂൾ വിക്കിയിൽ ഉൾപ്പെടുന്നത്. അടുത്തത് ജിംബ് അല്ലെങ്കിൽ ഷട്ടർ. ഇൻ്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത ചിത്രങ്ങളിൽ അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ജിംബ് അല്ലെങ്കിൽ ഷട്ടർ. ജിംബ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഫോം ആണ് കേട്ടോ, അതുകൊണ്ട് അത് ക്യാപിറ്റൽ ലെറ്ററിലാണ് കാണുക. GIMP. അതിൻ്റെ ഫുൾ ഫോമാണ് JNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. JNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. അപ്പോൾ ജിംപ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ചിത്രങ്ങളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ. അടുത്തത് പാഠഭാഗവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഡൗൺലോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ. ചില പാഠങ്ങൾക്കൊക്കെ സൈഡിലൊരു QR കോഡൊക്കെ ഉണ്ടാവും. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വീഡിയോസ് കാണിച്ചു കൊടുക്കാനുണ്ടാകും. അത്തരം വീഡിയോകൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? IT@School JNU/Linux 18.04 പ്രവർത്തിക്കുന്ന യൂട്യൂബ് DLGUI. എന്താണ്? IT@School JNU/Linux 18.04 പ്രവർത്തിക്കുന്ന യൂട്യൂബ് DLGUI. അടുത്തത് ഇൻ്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വീഡിയോകൾ എഡിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ. നേരത്തെ നമ്മൾ പറഞ്ഞത് ഇൻ്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ. IT@School JNU/Linux 18.048 പ്രവർത്തിക്കുന്ന ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്റർ. ഏതാണ്? ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്റർ, അല്ലെങ്കിൽ മറ്റൊന്ന് KDN ലൈവ്. അടുത്തത് ഇൻ്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വീഡിയോകൾക്ക് ശബ്ദം നൽകാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ. ശബ്ദം എന്നുള്ള വേർഡാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഇൻ്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വീഡിയോകൾക്ക് ശബ്ദം നൽകാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ. ഉബുണ്ടുവിൽ പ്രവർത്തിക്കുന്ന ഒഡാസിറ്റി ഓൺ ഉബുണ്ടു. അടുത്തത് സ്കൂളിലെ അധ്യാപകർക്ക് വിവരശേഖരണത്തിൻ്റെ ഭാഗമായി കുട്ടികളുടെ പ്രവേശനം, സ്കോർ രേഖപ്പെടുത്തി ഗ്രേഡ് നിർമ്മാണം, ഉച്ചഭക്ഷണ പദ്ധതി എന്നിവയെ സംബന്ധിച്ച് എളുപ്പത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും നിഗമനത്തിലെത്തുന്നതിനും സഹായകമായ സോഫ്റ്റ്വെയർ. ഏതാണ്? LibreOffice കാൽക്ക്.
ഏതാണ്? ലിബർ ഓഫീസ് കാൽക്ക്. അടുത്തത് വിദ്യാഭ്യാസ മേഖലയിൽ ഇലക്ട്രോണിക് മാധ്യമങ്ങളും വിവരവിനിമയ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുള്ള പഠനം. അതിനെയാണ് ലേണിംഗ് എന്ന് പറയുക. ഇലക്ട്രോണിക് മാധ്യമങ്ങളും ICTയും ഉപയോഗിച്ചുള്ള പഠനമാണ് ലേണിംഗ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്തത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ അറിയപ്പെടുന്നത്. വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകൾ, എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ എന്ന് ഇംഗ്ലീഷിൽ പറയും. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകൾ. വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകളെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, കുട്ടികൾക്കും അധ്യാപകർക്കും പഠനം, പരിശീലനം, ബോധനം എന്നിവയ്ക്ക് ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയർ. അപ്പോൾ ആദ്യത്തേത് കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഉള്ളതാണ്. രണ്ടാമത്തേത് അധ്യാപകർക്ക് മാത്രമാണ്. അധ്യാപകർക്ക് ബോധന പ്രക്രിയയിൽ ഉപയോഗിക്കാനായി വിഭവങ്ങൾ തയ്യാറാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ. അപ്പോൾ ആദ്യത്തേത് കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഉള്ളത്, രണ്ടാമത്തേത് ടീച്ചേഴ്സിന് മാത്രമുള്ളത്. കുട്ടികൾക്കുള്ള ചില വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകളാണ് ഇവിടെ ഈ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ടക്സ് പെയിൻറ്റ്, Gcompress, ജിയോജിബ്ര, ഫെറ്റ്, സ്റ്റെല്ലേറിയം തുടങ്ങിയവയാണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയറുകളെ കുറിച്ച് മാത്രം ഒരു വീഡിയോ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ കംപ്ലീറ്റ് വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകളെ കുറിച്ച് നമ്മൾ പഠിക്കും കേട്ടോ. ഉപയോക്താക്കൾക്ക് അവരുടെ ആവശ്യാനുസരണം മാറ്റങ്ങൾ വരുത്താനും പുതിയ പതിപ്പ് പുറത്തിറക്കാനും അത് മറ്റുള്ളവർക്ക് നൽകാനുമുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു തരുന്ന സോഫ്റ്റ്വെയർ ആണ് ഓപ്പൺ സോഴ്സ് പ്രോഗ്രാം ആൻഡ് സോഫ്റ്റ്വെയർ. ഓപ്പൺ സോഴ്സ് പ്രോഗ്രാം ആൻഡ് സോഫ്റ്റ്വെയർ 1983 സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിന്, അതായത് ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷന് തുടക്കം കുറിച്ചതാരാണ്? റിച്ചാർഡ് മാത്യു സ്റ്റോൾമാൻ. ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ ആരംഭിച്ചത് എപ്പോഴാണ്? 1985. അതായത് 2 വർഷത്തിന് ശേഷം ആണ് ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ ആരംഭിച്ചത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട എല്ലാ പോയിന്റ്സും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയറുകളൂടെ പഠിക്കാനുണ്ട്. അത് അടുത്ത വീഡിയോയിലാക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒപ്പം ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുകൂടെ എനേബിൾ ചെയ്യുക. മറ്റാർക്കെങ്കിലും വീഡിയോ ഉപകാരപ്പെടും തോന്നിയാൽ ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്